ഹായ് ഹലോ എവ്രി വൺ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസ് എ ബ്രൈഡ് എങ്ങനെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യാമെന്നാണ്. ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഒത്തിരി ലെങ്തി ആക്കുന്നില്ല. ഫസ്റ്റ് തിങ്, നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവരെ സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങൾ എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഏത് ലെവൽ മേക്കപ്പാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെർച്ച് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവൈലബിൾ ആണ്, ഒത്തിരി ബിഗിനേഴ്സ് അവൈലബിൾ ആണ്, ഒത്തിരി അഡ്വാൻസ് ലെവലിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു ലുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം. ദെൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തുകൊണ്ട് അതിലേറ്റവും ബെസ്റ്റായി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നിങ്ങൾക്ക് വീട്ടിലും കാണിക്കാം. വീട്ടിൽ അവരുടെ ഒരു സജഷനും കൂടി ചോദിക്കണം. കാരണം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടുകാരും കൂടി എന്താവണം, ഈ ഒരു ബ്രൈഡൽ ലുക്കിൽ സാറ്റിസ്ഫൈഡ് ആവണം. ഓക്കെ, അപ്പോൾ ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വർക്ക്സ് നിങ്ങൾ വീട്ടിലും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവരെയും കൂടി കാണിച്ച് അവർക്ക് ഓക്കെ ആണെന്ന് തോന്നണം. ദെൻ അത് കഴിഞ്ഞാലാണ് നമ്മൾ അവർക്ക് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിനും ഒരുപാട് പാക്കേജസ് ഉണ്ടാവും. ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവലൊക്കെ ആയിട്ട്. മെയിൻലി ഇതിലെല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എമൗണ്ട് ആയിരിക്കും. നിങ്ങളൊരിക്കലും അവരുടെ പ്രൈസ് റേഞ്ച് കൂടുമ്പോൾ അതിൽ ഓരോ പ്രൈസ് റേഞ്ചും കൂടുന്നതിനനുസരിച്ചിട്ട് മേക്കപ്പിൻ്റെ ലെവലോ ഇല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിയോ കൂടും, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇറ്റ്സ് 2026. സോ അങ്ങനെ ചിന്തിക്കാതെ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമാണ് അതിൽ മെയിൻലി ഡിഫറൻസ് വരിക. പാക്കേജിൽ മെയിൻലി പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും, പിന്നെ അവരുടെ സർവീസിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടാവും. ലൈക്ക് ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, അതേപോലെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളിലും ചേഞ്ചസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഹെയർ എക്സ്റ്റൻഷൻ ആണെങ്കിൽ അവരുടെ ഏറ്റവും പ്രീമിയം പാക്കേജ് അല്ലെങ്കിൽ ഏറ്റവും സിഗ്നേച്ചർ പാക്കേജിലായിരിക്കും ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അത് പ്രൊവൈഡ് ചെയ്യുക. ലൈക്ക് അതായിരിക്കും മെയിൻലി ഡിഫറൻസ്. അത് അവരുടെ പാക്കേജിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം, കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ലെവൽ ഏതാണോ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള പാക്കേജ് നിങ്ങൾ ചൂസ് ചെയ്യണം. എന്നിട്ട് ആ പാക്കേജിൽ നമുക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അവരോട് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക. ദെൻ ആ ഒരു പാക്കേജ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെഗോഷിയേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ബിഫോർ ബുക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്യും. അപ്പോൾ അതിന് മുമ്പ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, ലൈക്ക് ഇപ്പോൾ നമുക്ക് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്യാം, ദെൻ വർക്ക് കഴിഞ്ഞിട്ട് അവർക്ക് ഫുൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, ഏത് ഫീൽഡാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരു പേയ്മെൻറ്റ് പറഞ്ഞ് സെറ്റിൽ ചെയ്തതിന് ശേഷമാണെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് കൊടുക്കാൻ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് തിങ്, ടൈമിംഗ് ആണ്. ടൈമിങ്ങിൽ നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സിനെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഫാമിലിയിൽ ഡിസ്കസ് ചെയ്ത് ഫോട്ടോഗ്രാഫറിനോടും ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ടൈമിലാണ് കറക്റ്റ് റെഡി ആവേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അത് നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പറയണം. കാരണം ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റും ഓരോരോ ടൈമിങ്ങിലും ഡിഫറെൻറ്റ് വർക്ക്സ് എടുക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആ ടൈമിൻ്റെ സ്കെഡ്യൂൾ നിങ്ങൾ കറക്റ്റ് അവരടുത്ത് പറയണം. ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവറൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വേറെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കും. നിങ്ങളോട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് മാത്രമേ അവർ ആ വർക്ക് അറ്റൻഡ് ചെയ്യുള്ളൂ. നിങ്ങളുടെ ടൈമിങ് എന്താണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അത് അവരുടെ അടുത്ത് പറയണം. എന്നിട്ട് നിങ്ങളുടെ ടൈം നിങ്ങൾ ബ്ലോക്ക് ചെയ്തിടണം. എന്നിട്ട് അഡ്വാൻസ് ചെയ്യണം. ദെൻ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ്. ഇതാണ് മെയിൻലി 3 എലമെൻറ്റ്സ്. നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ചൂസ് ചെയ്യുക, വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക, വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ പ്രൈസ് റേഞ്ച് ചോദിക്കുക. പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളെങ്കിൽ അത് ചൂസ് ചെയ്യുക. ദെൻ ടൈമിങ്ങും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യാം. പിന്നെ വരുന്ന എക്സ്ട്രാ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ഒരു റെഫറൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനത്തെ ഒരു ലുക്കാണ് വേണ്ടതെന്ന്. ആ ഒരു ലുക്ക് നിങ്ങൾ എന്തായാലും ആ ഒരു പ്രൊഫൈലിൽ കണ്ടിട്ടുണ്ടാവും, ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ. അല്ല, ആ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പ്രൊഫൈലിൽ അത് കണ്ടിട്ടില്ല, ബട്ട് നിങ്ങൾക്ക് അവരുടെ ബാക്കിയുള്ള വർക്കൊക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റെഫറൻസ് എന്താണോ അത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത പാക്കേജിൽ ഇത് അവൈലബിൾ ആണോ എന്നുള്ളത് അവരോട് ചോദിക്കുക. എന്നിട്ട് അവർ അവൈലബിൾ ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. സോ നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ആസ് എ ബ്രൈഡ് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഇട്ടോളൂ. ഓക്കെ, സോ
ബൈ.